തെലുഗു സ്റ്റേറ്റ്സിലെ ആദ്യത്തെ LED സ്ക്രീൻ കൊണ്ടുവന്നത് നമ്മുടെ അല്ലു അർജുനാണ്. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ എപ്പി സ്ക്രീൻ കൊണ്ടുവന്നത് നമ്മുടെ പ്രഭാസ് ആണോ? ആ ഒരു ചോദ്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ ആയിരുന്ന, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ എപ്പിക് തിയേറ്ററിനെ പറ്റിയാണ് കേട്ടോ. അപ്പോ എന്താണ് ഈ എപ്പിക് സ്ക്രീൻ എന്ന് ഇന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. കാര്യം നമ്മുടെ കോഴിക്കോട് പലാക്സി സിനിമാസിൽ ഏറ്റവും പുതിയ എപ്പിക് സ്ക്രീൻ വരാനായിട്ട് പോവുകയാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ ക്യൂബ് സിനിമാസ് കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ തിയേറ്റർ സിനിമ കാണാൻ പോകുമ്പോൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഈ ക്യൂബിന്റെ ഒരു പ്രൊമോ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ക്യൂബ് സിനിമാസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഡിജിറ്റൽ കോണ്ടന്റ് പ്രൊവൈഡർ ആണ്. അപ്പോൾ അവർക്ക് അത് മാത്രമല്ല, അവരുടെ കുറെ അധികം പ്രൊഡക്ട്സുകളുണ്ട്. അതിൽ അവർ ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു തിയേറ്റർ സ്ക്രീനാണ് ഈ എപ്പിക് എന്ന് പറയുന്നത്. അതും വെറുതെ ഒരു തിയേറ്റർ സ്ക്രീൻ അങ്ങോട്ട് ഇറക്കിയതല്ല, ക്യൂബിന് തന്നെ പ്രീമിയം ലാർജ് ഫോർമാറ്റ്, അതായത് ക്യൂബിന്റെ PLF സ്ക്രീനാണ് നമ്മൾ ഈ പറയുന്ന എപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ പേര് തന്നെ അറിയാലോ, എപ്പിക് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഊഹിക്കാം ഒരു വലിയ സ്ക്രീൻ സൈസ് തന്നെ ആണെന്ന്, അല്ലേ? യെസ്, അതാണ് സംഭവം. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ എപ്പിക് സ്ക്രീൻ എവിടാണ് തുടങ്ങിയത് നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ ലൊക്കേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മുടെ കേരളത്തിലോ തമിഴ്നാടോ കർണാടകയല്ല, ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ സുല്ലൂർപെട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ പറഞ്ഞ എപ്പിക് തിയേറ്റർ വരുന്നത്. അതായത് വി സെല്ലുലോയിഡ്സ് വി എപ്പിക് തിയേറ്റർ. അപ്പൊ ഈ ഒരു തിയേറ്ററിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊരു പ്രോപ്പർ ടൗൺ ഏരിയ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അവിടെയാണ് വി സെല്ലുലോയിഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അത് നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല ആൾക്കാർ ഈ ഒരു തിയേറ്ററിലേക്ക് വരുന്നത്. നമ്മുടെ ചെന്നൈ ഉണ്ടല്ലോ, ചെന്നൈയിൽ നിന്ന് 80 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു തിയേറ്റർ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും, അതായത് ചെന്നൈയിൽ നിന്നും ആൾക്കാർ ഈ ഒരു തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണുന്നുണ്ട്. ഈ ഒരു തിയേറ്റർ ലോഞ്ച് ചെയ്ത സമയത്ത് സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ തിയേറ്റർ സ്ക്രീനാണ് നമ്മുടെ വി എപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ശ്രീലങ്കയുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, നേപ്പാൾ ഉണ്ട്, അഫ്ഗാൻ ഉണ്ട്, എക്സെട്ര കുറെ അധികം കൺട്രീസ് ഉണ്ട്. അപ്പൊ ഇത്രയധികം കൺട്രികളുടെ കാര്യം നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ തിയേറ്റർ സ്ക്രീൻ എന്ന് പറഞ്ഞത് നമ്മുടെ വി എപ്പിക് തന്നെ ആയിരുന്നു ആ ഒരു സമയത്ത് കേട്ടോ. അപ്പൊ ഇത്രയും രാജ്യങ്ങൾ എന്ന് പറയുന്ന സ്ഥിതിക്ക് നമ്മുടെ ഇന്ത്യയുടെ കാര്യം മാത്രം നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ സ്ക്രീൻ ആയിരുന്നു നമ്മുടെ വി സെല്ലുലോയിഡ്സ് വി എപ്പിക് തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വി എപ്പിക് തിയേറ്ററിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്നുള്ള കാര്യം നോക്കാം കേട്ടോ. 2019 ഓഗസ്റ്റ് 29 നമ്മുടെ ഈ ഒരു വി സെല്ലുലോയിഡ്സ് വി എപ്പിക് തിയേറ്റർ ഓപ്പൺ ചെയ്തത്. നമ്മുടെ പ്രഭാസിന്റെ സാഹോ ആയിരുന്നു ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ പ്രശസ്ത തെലുഗു സൂപ്പർ സ്റ്റാർ രാം ചരൺ ആയിരുന്നു ഈ ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പൊ ഈ ഒരു തിയേറ്ററിൽ എത്ര സ്ക്രീൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം വി എപ്പിക് എന്ന് പറഞ്ഞ ആ ഒരു എപ്പിക് സ്ക്രീൻ മാത്രമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല, മൊത്തം 3 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് നമ്മുടെ ഈ ഒരു വി സെല്ലുലോയിഡ്സ് വി എപ്പിക് തിയേറ്റർ എന്ന് പറയുന്നത്. അതിലെ സ്ക്രീൻ 1ഉം അതുപോലെ തന്നെ സ്ക്രീൻ 2ന്റെയും കാര്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ 4K പ്രൊജക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് തന്നെയാണ്. അവിടെ സ്പെക്കിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും തിയേറ്റർ വരുത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് നോക്കേണ്ടത് സ്ക്രീൻ 1ഉം 2ഉം അല്ല, സ്ക്രീൻ 3 ആണ്. അതാണ് നമ്മുടെ എപ്പിക് സ്ക്രീൻ. അപ്പോ ഈ ഒരു സ്ക്രീൻ 3 എപ്പിക് സ്ക്രീനിന്റെ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുന്നത് അതിന്റെ ഒരു സ്ക്രീൻ സൈസ് അറിയാൻ തന്നെയാണ്, അല്ലേ? അപ്പം അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. വോൾ ടു വോൾ, ഫ്ലോർ ടു സീലിംഗ് 100 ഫീറ്റ് വീതിയും അതുപോലെ തന്നെ 54 ഫീറ്റ് പൊക്കവുമാണ് നമ്മുടെ ഈ ഒരു സ്ക്രീൻ 3യിലെ എപ്പിക് സ്ക്രീൻ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 100 ഫീറ്റ് വീതിയും അതുപോലെ തന്നെ 54 ഫീറ്റ് പൊക്കം എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം വലിയൊരു സ്ക്രീൻ തന്നെ ആയിരിക്കും, അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു സമയത്ത് അതായത് 2019 കാലഘട്ടത്തിൽ സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ തിയേറ്റർ സ്ക്രീൻ ആയിരുന്നു നമ്മുടെ ഈ ഒരു വി എപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ, ഇതൊരു PLF സ്ക്രീൻ ആണ്, അതായത് പ്രീമിയം ലാർജ് ഫോർമാറ്റ് സ്ക്രീൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ വരുന്നത് 1.89:1 ആണ് കേട്ടോ. അതായത് ഫ്ലാറ്റ് റേഷ്യോയില് കോണ്ടന്റ് പ്ലേ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്ക്രീൻ ആണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫ്ലാറ്റ് റേഷ്യോയിലും സ്കോപ്പ് റേഷ്യോയിലും നമുക്ക് സിനിമ പ്ലേ ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ സാധിക്കും എന്നുള്ളതാണ്. ഇനി പ്രൊജക്ഷന്റെ കാര്യം നോക്കുവാണെങ്കിൽ ആസ് യൂഷ്വൽ ബാർകോഡ് 4K RGB ലേസർ പ്രൊജക്ഷൻ തന്നെയാണ് ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. 4K RGB ലേസർ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ 56,000 ലൂമൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ തന്നെയാണ് ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഹൈ റേഞ്ച് പ്രൊജക്ഷൻ തന്നെ അവർ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തു. അപ്പൊ ഇനി സൗണ്ടിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അവിടെയും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഡോൾബി അറ്റ്മോസ് തന്നെയാണ് വിത്ത് 86,000 വാട്ട്സ് RMS പവർ. ഇനി ലൗഡ് സ്പീക്കേഴ്സിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, അതായത് സ്പീക്കർ അറേഞ്ച്മെന്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു വോളിൽ മാത്രമായിട്ട് നമുക്ക് 9 ലൗഡ് സ്പീക്കേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വോളിലും 9 ലൗഡ് സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ ഏറ്റവും പുറകിലായിട്ട് നമുക്ക് 8 സ്പീക്കേഴ്സ് കാണാം. പിന്നെ അത് മാത്രമല്ല, ഇത് കൂടാണ്ട് 2-3 വരിയായിട്ട് ഓവർ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത.
അപ്പൊ ഇത്രയും സ്പീക്കേഴ്സും അതുപോലെ തന്നെ ഈ ഒരു കിടിലം പ്രൊജക്ഷൻ കൂടെ ആകുമ്പോഴത്തേക്കും സിനിമ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വേറെ ലെവലായിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ പുറകിലായിട്ട് ഒരു ബ്ലൂ ലൈറ്റും നമുക്ക് തിയേറ്ററിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും ലൈറ്റിങ്ങിനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു തിയേറ്റർ ഹോളിന്റെ ഭംഗി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിന്റെ ഒരു അവസ്ഥയാണ്. അപ്പൊ എത്ര വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ആണെന്ന് ചോദിക്കുവാണെങ്കിൽ 656 സീറ്റാണ് നമ്മുടെ ഈ ഒരു സ്ക്രീൻ 3 മാത്രം വരുന്നത് കേട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തുമാത്രം വലിയൊരു തിയേറ്റർ ഹോൾ ആണെന്നുള്ളത്. പിന്നെ ഈ ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറിയാലോ, നമ്മുടെ സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ ടിക്കറ്റ് ചാർജ് ചോദിക്കുവാണെങ്കിൽ ഇപ്പം ഇത്രയും വലിയ സ്പെക്ക്, ഇത്രയും വലിയൊരു സ്ക്രീന് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ടിക്കറ്റ് ചാർജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് അവർ വരുത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറയാൻ നമ്മൾ അവിടെ നിന്ന് ഞെട്ടും കേട്ടോ. കാര്യം 2 കാറ്റഗറി സീറ്റാണ് വരുന്നത്. ഇതിലെ ഗോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറി സീറ്റ് നമ്പറാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അവിടെ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും മിനിമം ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സാക്റ്റീവ് കാറ്റഗറിയാണ്. അവിടെ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 100 രൂപ മാത്രമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 100 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വലിയ ജയന്റ് ഹോളിൽ ഇരുന്ന് സിനിമ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു തിയേറ്ററിന്റെ ഓണർ ആരാണെന്നാണ്. നമ്മൾ ആദ്യം ഒരു ചോദ്യം ചോദിച്ച് നിർത്തിയായിരുന്നു, ഇത് പ്രഭാസിന്റെ തിയേറ്റർ ആണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്ററിന്റെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീ വംശി കൃഷ്ണറെഡ്ഡി ആണ്. ആ പേര് നമുക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും. കാര്യം തെലുഗു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള തെലുഗു സിനിമകളുടെ പ്രൊഡ്യൂസറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെയാണ് ഈ ഒരു വി സെല്ലുലോയിഡ്സ് വി എപ്പിക് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഈ പറയുന്നുണ്ട്, കൂടെ പറയുന്നുണ്ട് ഈ വി സെല്ലുലോയിഡ്സ് എന്ന്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ തെലങ്കാന സ്റ്റേറ്റ്സിലുമായിട്ട് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മൾട്ടിപ്ലക്സ് ബ്രാൻഡാണ് കേട്ടോ. 2014 ഈ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പക്ഷേ ഇവരുടെ ഒരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടൗൺ ഏരിയകളിൽ തിയേറ്റർ തുടങ്ങി പോകുന്ന ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട്. പക്ഷെ ഇവർ ഫോക്കസ് ചെയ്യുന്നത് ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ നല്ല ഗംഭീരമായ തിയേറ്റർ ഓപ്പൺ ചെയ്യുക, അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മുടെ വി സെല്ലോയിഡ്സ് ചെയ്യുന്നത്. ഒരു പരിധി വരെ അവർ ഇതിനകത്ത് വിജയിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു സ്ക്രീൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അതും ഇതുപോലൊരു പ്രദേശത്ത്. അപ്പോൾ ഇതുവരെ അവർക്ക് ആന്ധ്രാപ്രദേശും തെലങ്കാനയിലുമായിട്ട് ഇപ്പോൾ 50 സ്ക്രീനിന് മുകളിൽ തിയേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഒരു വിജയം എന്തുമാത്രം ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിലേ നമ്മുടെ ഈ ഒരു വി എപ്പിക് സ്ക്രീൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ എപ്പിക് തിയേറ്റർ ഉണ്ടല്ലോ, അവിടെ ആദ്യത്തെ 6 ആഴ്ച കൊണ്ട് വന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് മുകളിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏതാണ്ട് 1.25 മാസം കൊണ്ട് 1 ലക്ഷം ആൾക്കാരാണ് ഈ ഒരു എപ്പിക് സ്ക്രീനിൽ വന്ന് മാത്രം സിനിമ കണ്ടത്. അതാണ് ഈ ഒരു തിയേറ്ററിന്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിലവിലെ നമ്മുടെ വലിപ്പത്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു തിയേറ്റർ 2ാം സ്ഥാനത്തേക്ക് വേണ്ടി വെക്കേണ്ടി വരും. കാര്യം 1ാം സ്ഥാനം നമ്മുടെ ഹൈദരാബാദിലെ പ്രസാദ് മൾട്ടിപ്ലക്സിലെ PCX സ്ക്രീനാണ്. അതിന്റെ കാര്യം പറയുവാണെങ്കിൽ 101 ഫീറ്റ് വീതിയും അതുപോലെ തന്നെ 64 ഫീറ്റ് പൊക്കവുമാണ് ആ ഒരു സ്ക്രീനിൽ വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെന്നൈയിലേക്ക് പോവുക. അതായത് ഇന്ന് രാത്രി നിങ്ങൾ ചെന്നൈ ട്രെയിൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ രാവിലെ ചെന്നൈ എത്താൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മാത്രം യാത്ര ഉള്ളൂ. അതായത് ചെന്നൈയിൽ നിന്ന് നമ്മുടെ ഈ സുല്ലൂർപേട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരുപാട് ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ വെളുപ്പിനെ നമ്മൾ എത്തുന്നു, ഒരു 10 മണി 11 മണി ഷോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരവസ്ഥ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വലിയ സ്ക്രീനിൽ സിനിമകൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് നേരെ ട്രെയിൻ പിടിച്ച് ആ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം മറക്കണ്ട, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.